ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈഡൻ TV നടത്തുന്ന ഈ ശാബ സ്കൂൾ പഠനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ക്വാർട്ടറിൽ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭാഗങ്ങളാണ് നാം ഈ ആഴ്ച പഠിക്കുന്നത്, ഈ ക്വാർട്ടറിൽ പഠിക്കുന്നത്. അതിൻ്റെ മനഃപ്പാഠവാക്യം പ്രകാരം പറയുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ പാഠമാണ് അടിച്ചമർത്തൽ, മോശയുടെ ജനനവും പശ്ചാത്തലവും. അപ്പോൾ ഇത് വിവിധ ഘട്ടങ്ങളായിട്ട് ഈ പാഠഭാഗത്ത് ഇങ്ങനെ വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ആഴ്ചയിൽ നാം പഠിക്കുന്നത് മോശയുടെ ജനനം, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലം, അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ആഴ്ച പഠിക്കുന്നത്. അതിൻ്റെ മനഃപ്പാഠവാക്യ പ്രകാരം പറയുന്നു, ഇസ്രായേൽ മക്കൾ അടിമത്തം നിമിത്തം നെടുവീർപ്പിട്ടു നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. അപ്പോൾ ദൈവം അവരുടെ ഞരക്കം കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടുമുള്ള തൻ്റെ ഉടമ്പടി ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ നോക്കി. ദൈവം അവരെ കടാക്ഷിച്ചു, അവരെ അംഗീകരിച്ചു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 25 വാക്യങ്ങളാണ്. നോക്കൂ, പുറപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കഷ്ടത അനുഭവിക്കുന്ന, അടിച്ചമർത്തപ്പെട്ടതായ അല്ലെങ്കിൽ അടിമകളായി മാറിയതായ ഒരു ജനവിഭാഗത്തിൻ്റെ നിലവിളി ദൈവം കേൾക്കുകയും ദൈവം അവരെ വിടുവിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം അവരോട് വിശ്വസ്തത കാണിക്കുമ്പോൾ, അവരെ സ്നേഹിക്കുമ്പോഴൊക്കെയും പലപ്പോഴും അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവവും നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ പുറപ്പാടിൻ്റെ ആ ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ നിന്നും അവരെ കനാൻ ദേശത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം അവരെ വിടുവിക്കുന്നു. ദൈവം അതിനുവേണ്ടി ഒരാളെ നിയോഗിക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ടും ദൈവം ഇതൊക്കെ ചെയ്തത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, എപ്പോഴും ദൈവത്തോടൊപ്പം അവർ ഉണ്ടായിരിക്കണം, ദൈവത്തിൻ്റെ മക്കളായി ഇസ്രായേൽ മക്കൾ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവം അവരെ നയിക്കുവാൻ വേണ്ടി ഒരാളെ നിയോഗിച്ചു. അപ്പോൾ നാം ആ ഒരു ചരിത്രമാണ് നമ്മൾ ഇന്ന് ഈ ആഴ്ചയ്ക്ക് ഈ ക്വാർട്ടറിൽ പഠിക്കുന്നത്. ആ ചരിത്ര പശ്ചാത്തലം വ്യത്യസ്തമാണ് എങ്കിലും അതിൻ്റെ തത്വം ഒന്നാണ്. ആത്മീയമായ തത്വം എന്ന് പറയുന്നത് ദൈവം നമ്മെ രക്ഷിക്കുവാനും നമ്മോടൊപ്പം വസിക്കുവാനും ദൈവം തയ്യാറാണ്, ദൈവം ആഗ്രഹിക്കുന്നു. ആ പശ്ചാത്തലം മാറിയിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിലെ അടിമകളായിരുന്നു. എന്നാൽ നാം ഇന്നായിരിക്കുന്ന അടിമത്തത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാനും സ്വർഗീയ കനാനിലേക്ക് നമ്മെ നയിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു. നാം അതിന് തയ്യാറാണോ? ആ ഒരു ചോദ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മളിത് പഠിക്കേണ്ടത്. ആ പുറപ്പാടിൻ്റെ അനുഭവത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ദൈവം നമ്മെ നയിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മോടൊപ്പം വസിക്കുവാൻ ആഗ്രഹിക്കുന്നു, നമ്മോടൊപ്പം അടുത്ത ഈടാർന്ന ബന്ധം സ്ഥാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കുവാൻ ദൈവം തയ്യാറാണ്. പക്ഷേ നാം അതിന് തയ്യാറാണോ എന്നുള്ളതാണ് നമ്മൾ ഈ ക്വാർട്ടറിൽ പഠിക്കുന്നത്. ഈ ആമുഖ ഭാഗത്ത് പറയുന്നത് അവരുടെ നിലവിളി ദൈവം കേട്ടു. ഇസ്രായേൽ മക്കളുടെ നിലവിളി, അടിമത്തത്തിൽ കിടന്ന് കഷ്ടത അനുഭവിച്ചതായ ഇസ്രായേൽ മക്കളുടെ നിലവിളി ദൈവം കേട്ടു. അതുകൊണ്ട് ദൈവം അവർക്ക് എന്ത് ചെയ്തു? ഒരു രക്ഷകനെ അയച്ചു. ഇവിടെ പറയുന്നത് വീണ്ടെടുപ്പ്, വിടുതൽ, അന്തിമ രക്ഷ എന്നിവയെക്കുറിച്ചുള്ളൊരു പുസ്തകമാണ്, ഒരു ചരിത്രമാണ് പുറപ്പാടെന്ന് പറയുന്നത്. അവരെ വീണ്ടെടുത്തു, അവർക്ക് അടിമത്തിൽ നിന്ന് വിടുതൽ കൊടുത്തു, പിന്നെ രക്ഷ, അവർക്ക് കനാൻ ദേശത്തിലേക്കുള്ള വാഗ്ദത്ത ഭൂമിയിലേക്ക് അവരെ നയിക്കുകയും ചെയ്തു എന്നീ കാര്യങ്ങൾ വിവരിക്കുന്ന ഒരു പുസ്തകമാണ് പുറപ്പാട്. ആ പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ക്വാർട്ടറിൽ പഠിക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പാഠഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തോളൂ. മിസ്രൈമിലെ ദൈവജനം, ഞായറാഴ്ച ഭാഗത്തിൻ്റെ തലവാചക പ്രകാരമാണ് മിസ്രൈമിലെ ദൈവജനം. ഇവിടെ പറയുന്നത് പുരാതന രേഖയുടെ പ്രാരംഭ വാക്കുകളനുസരിച്ച് പുറപ്പാട് പുസ്തകത്തെ പേരുകൾ എന്ന് എബ്രായ ഭാഷയിൽ അർത്ഥമുള്ള ഷമോട്ട് എന്ന് വിളിക്കുന്നു. അപ്പം ഇവിടെ പേരുകൾ എന്നാണ് അത് ആരംഭിക്കുന്നത്. ഇപ്പോൾ ഗോത്രപിതാവായ യാക്കോബിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് പുറപ്പാട് പുസ്തകം ആദ്യം പറയുന്നത്. അപ്പം എങ്ങനെയാണ് യാക്കോബിൻ്റെ കുടുംബം മിസ്രൈമിലേക്ക് ചേക്കേറിയതെന്നും അവിടെ താമസം ഉറപ്പിച്ചതെന്നൊക്കെ നമുക്ക് അറിയാം. അപ്പം യാക്കോബിൻ്റെ കുടുംബം അവിടെ താമസം ആരംഭിക്കുമ്പോൾ അവർ ക്ഷാമ സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ ക്ഷാമമുണ്ടായ ഒരു പ്രദേശത്തു നിന്നും ഈ മിസ്രൈമിലേക്ക് വരുമ്പോൾ ദൈവം അവരെ അവിടെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അവരെന്ത് ചെയ്തു? കുറച്ച് പേർ മാത്രമായിരുന്നത് ഒത്തിരി പേർ എന്ത് ചെയ്തു? ധാരാളം പേരെന്ത് ചെയ്തു? അവിടെ പിൻതലമുറക്കാരായി ഈ
മിസ്രൈം ദേശത്ത് ജനിക്കുകയും അവിടെ വളരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ പറയുന്നത് അവരുടെ എണ്ണം, യാക്കോബ് മിസ്രൈമിൽ സ്ഥിരതാമസമാക്കിയപ്പോൾ അവരുടെ എണ്ണം 70 പേരായിരുന്നു. അപ്പോൾ യാക്കോബ് മിസ്രൈം ദേശത്ത്, യാക്കോബും തൻ്റെ മക്കളും കുടുംബവുമൊക്കെ മിസ്രൈം ദേശത്ത് സ്ഥിരതാമസമാക്കിയപ്പോൾ അവരുടെ എണ്ണം 70 ആയിരുന്നു എങ്കിൽ, ഈ പ്രയാണ സമയത്ത്, പുറപ്പാടിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ മിസ്രൈം ദേശത്തു നിന്ന് ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്ന സമയത്ത് അവരുടെ കണക്കെന്ന് പറയുന്നത് ഏകദേശം 6 ലക്ഷം പേർ കാൽനടയായി പുറപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം അവിടെ എണ്ണം വർദ്ധിച്ചു, ഇസ്രായേൽ മക്കളുടെ എണ്ണം വർദ്ധിച്ചു. ദൈവം അവരെ സന്താനപുഷ്ടിയുള്ളവരാക്കി തീർത്തു, അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം അവിടുത്തെ ഭറവോന്മാരെ എന്ത് ചെയ്തു? ഭയപ്പെടുത്തി. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ മക്കളെ എന്ത് ചെയ്യാൻ വേണ്ടി, തകർക്കുവാൻ വേണ്ടി ശ്രമിച്ചു. അപ്പം പുറപ്പാട് പുസ്തകം ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് വിവരിച്ചു കൊണ്ടാണ് പുറപ്പാട് പുസ്തകം ആരംഭിക്കുന്നത്. ഇവിടെ അങ്ങനെ അനുഗ്രഹം പ്രാപിച്ചതായ ഇസ്രായേൽ മക്കളെ കണ്ടപ്പോൾ മിസ്രൈമ്യർ ഭയപ്പെട്ടു. മിസ്രൈമ്യർ ഭയപ്പെട്ടപ്പോൾ അവരെന്ത് ചെയ്തു? ഇസ്രായേൽ മക്കളെ അവരുടെ അടിമകളാക്കി മാറ്റി, അവരുടെ വേലക്കാരാക്കി മാറ്റി, കഠിനമായ ജോലികൾ ചെയ്യിച്ചു. എങ്ങനെയും എന്ത് ചെയ്യണം? ഇവരെ, ഇസ്രായേൽ മക്കളുടെ ശക്തിയെ, ബലത്തെ തകർക്കുവാൻ വേണ്ടി അവരെന്ത് ചെയ്തു? മിസ്രൈമ്യർ തീരുമാനിച്ചു. പക്ഷേ അവിടെ ദൈവം ഇടപെട്ടു. ആ അടിച്ചമർത്തലുകൾ, അടിമത്തത്തിൽ നിന്നും പീഡനങ്ങൾക്കിടയിലും ക്രൂരമായ പരിഹാസത്തിൻ്റെയും അനീതികളുടെയും ഇടയിൽ നിന്നുകൊണ്ട് ദൈവം ഇസ്രായേൽ മക്കൾ നിലവിളിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? ആ നിലവിളി കേട്ടു. നോക്കൂ, ദൈവത്തിൻ്റെ മക്കൾ ഏതവസ്ഥയിലായിരുന്നാലും, എത്ര കഷ്ടതയിൽ അല്ലെങ്കിൽ എത്ര തന്നെ സാത്താനാൽ പീഡിപ്പിക്കപ്പെട്ടാലും, ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തോട് നിലവിളിക്കുന്നു എങ്കിൽ, ദൈവത്തോട് യാചിക്കുന്നു എങ്കിൽ, അവർക്ക് മുൻപായി എന്തു ചെയ്യും? ഇസ്രായേൽ മക്കളുടെ മുൻപിൽ ചെങ്കടൽ തുറന്നതുപോലെ, അല്ലെങ്കിൽ അന്നത്തെ ഏറ്റവും പ്രബലമായ ആ മിസ്രൈമ സൈന്യത്തെ മുഴുവനും ചെങ്കടലിൽ മുക്കിക്കൊന്നതുപോലെയുള്ള അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഇപ്പോഴും കൊണ്ടുവരുവാൻ ദൈവത്തിന് സാധിക്കും. ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് കഷ്ടത അനുഭവിക്കുകയാണ്. അപ്പോൾ അവർ കഷ്ടത അനുഭവിച്ചപ്പോൾ അവർ ദൈവത്തോട് നിലവിളിക്കുന്നു. ദൈവം അവരുടെ നിലവിളി കേൾക്കുന്നു. അവരെന്ത് ചെയ്യുന്നു? ആ കഷ്ടതയിൽ നിന്നും അത്ഭുതകരമായി ദൈവം വിടുവിക്കുന്നു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ അല്ലെങ്കിൽ സാത്താൻ എന്ത് തന്നെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ച് നമ്മെ തകർക്കാൻ ശ്രമിച്ചാലും, നാം ദൈവത്തോട് വിശ്വസ്തരായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ എന്ത് ചെയ്യും? സാത്താൻ നമ്മളെ പീഡിപ്പിക്കുവാൻ വേണ്ടി പുതിയ പുതിയ തന്ത്രങ്ങൾ കൊണ്ടുവരും തോറും ദൈവം നമ്മെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി തൻ്റെ ശക്തി ഉപയോഗിക്കും. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ, മിസ്രൈമിലെ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ജീവിതത്തിൽ നാം കണ്ട ഒരു നേർക്കാഴ്ച ഇതാണ്. സാത്താൻ എത്ര തന്നെ നമ്മളെ തകർക്കാൻ ശ്രമിച്ചാലും, എത്ര തന്നെ നമ്മൾ ഞെരുക്കാൻ ശ്രമിച്ചാലും, നാം ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്നു എങ്കിൽ നമുക്ക് മുൻപേ ആ ചെങ്കടൽ തുറന്നതുപോലെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്തതായ ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നാണ് ഈ ഞായറാഴ്ച ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തിങ്കളാഴ്ച ഭാഗം പറഞ്ഞത് ചരിത്ര പശ്ചാത്തലം എന്നുള്ളതാണ്. ഈ പുറപ്പാടിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. ഏത് അവസ്ഥയിലായിരുന്നു യാക്കോബിൻ്റെ കുടുംബം മിസ്രൈമിലേക്ക് വന്നത് എന്നും, അതിന് മുൻപ് ആ കുടുംബത്തിൽ നിന്നും ആരാണ് മിസ്രൈമിലേക്ക് ദൈവം കൊണ്ടുവന്നത് എന്നുമൊക്കെ അതിൻ്റെ ചരിത്രം നമുക്കറിയാം. ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലത്തിൻ്റെ പ്രാരംഭം എന്ന് പറയുന്നത്, അന്ന് ഉണ്ടായിരുന്ന ഫറവോൻ യോസെഫിനോട് പറയുകയാണ്, നോക്കൂ, ഞാൻ നിന്നെ മിസ്രൈം ദേശത്തിന്മേൽ അധികാരിയാക്കിയിരിക്കുന്നു. അപ്പം ആരംഭം ഇതാണ്. എന്താണ്? യോസെഫിനെ മിസ്രൈം ദേശത്തിൻ്റെ അധികാരി ആയിരിക്കുന്നു. മാത്രവുമല്ല, ഫറവോൻ്റെ കയ്യിലുണ്ടായിരുന്ന മുദ്രമോതിരം ഊരി യോസെഫിൻ്റെ കയ്യിൽ ഇടുകയും അവനെ നേർമയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് കഴുത്തിൽ ഒരു സ്വർണ്ണ സരപ്പാളിയും അണിയിച്ചു. മാത്രവുമല്ല, അവൻ എന്ത് ചെയ്തു?
തൻ്റെ രണ്ടാമത്തെ രഥത്തിൽ കയറ്റി, ഫറവോൻ്റെ രണ്ടാമത്തെ രഥത്തിൽ കയറ്റി അവൻ്റെ മുൻപിൽ മുട്ടുകുത്തുക, അധികാരിയാക്കി എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ യോസേഫിനെ ആ മിസ്രൈം ദേശത്തിൻ്റെ അധികാരിയായി വാഴിച്ചു. ഫറവോൻ്റെ മോതിരം യോസേഫിനെ അണിയിച്ചു, നേർമയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. ഇവിടെ എന്ത് ചെയ്തു? സ്വർണ്ണ പാളിക അണിയിച്ചു. രണ്ടാമത്തെ തേരിൽ കയറ്റി എന്ത് ചെയ്തു? കൊണ്ടുപോകുന്ന വഴിക്ക് മുൻപേ വിളിച്ചു പറയുന്നത് ഇവൻ്റെ മുൻപിൽ മുട്ട് കുത്തുക. അപ്പം ദൈവം എന്ത് ചെയ്തു? അനുഗ്രഹിച്ച് യോസേഫിനെ. യോസേഫിൻ്റെ ജീവിതം, ആ മിസ്രൈമിലുള്ള ജീവിതം എപ്രകാരമായിരുന്നു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. യോസേഫ് ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. അവനായിരുന്ന സ്ഥലങ്ങളിലൊക്കെയും യോസേഫ് ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. അങ്ങനെ യോസേഫ് ദൈവത്തോട് വിശ്വസ്തനായതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? യോസേഫിൻ്റെ പൂർവികന്മാർക്ക് കൊടുത്തതായ വാക്കുകളിൽ, വാഗ്ദത്തങ്ങളിലും വിശ്വസ്തനായിരുന്നു. അപ്പം ഇവിടെ യോസേഫിനെ അധികാരിയാക്കി വാഴിക്കുന്ന ഒരു പശ്ചാത്തലമാണ് നാം കാണുന്നത്. അതിന് ഇവിടെ രണ്ടാമത്തെ പറഞ്ഞത് പിന്നീട് എന്താ സംഭവിച്ചില്ല, എന്തുകൊണ്ട്, ഏത് കാലഘട്ടം മുതലാണ് മിസ്രൈമിലെ ദൈവത്തിൻ്റെ മക്കൾ, ഇസ്രായേൽ ജനം അവിടെ കഷ്ടത അനുഭവിക്കാൻ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ, പിന്നീട് യോസേഫിനെ അറിയാത്തതായ പുതിയ ഭരണാധികാരികൾ അവിടെ ഭരണം ഏറ്റെടുത്തു. യോസേഫിനെ അറിയുന്ന ഭരണാധികാരി യോസേഫിനെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നു, ഇസ്രായേൽ മക്കളെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം വന്ന ഭരണാധികാരികൾ യോസേഫ് ആരെന്നോ യോസേഫ് ആ രാജ്യത്ത് ചെയ്ത സേവനം എന്താണോ എന്നതിനെക്കുറിച്ച് അറിയാത്തവരായിരുന്നു. അപ്പോൾ അവരുടെ കാലഘട്ടത്തെക്കുറിച്ച് ആദ്യം വന്നത് ആരായിരുന്നു? അഖ്മോസ് ആയിരുന്നു. അതിനുശേഷം വന്നതാരായിരുന്നു? അമൻഹോട്ടപ്പ് എന്നായിരുന്നു. അതിനുശേഷം തുത്മോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ സമയത്തായിരുന്നു പുറപ്പാട് ആരംഭിക്കുന്നത്. ദൈവത്തിൻ്റെ ജനം പുറപ്പാട് ആരംഭിക്കുന്നത് ഈ തുത്മോസ് ഒന്നാമൻ്റെ കാലഘട്ടത്തായിരുന്നു. ഈ തുത്മോസ് ഒന്നാമൻ്റെ മകളായ ഹാറ്റ്ഷപ്സൂട്ട് എന്ന രാജകുമാരിയാണ് മോശയെ ദത്തെടുത്ത് വളർത്തുന്നത്. ഇതാണ് പശ്ചാത്തലം. ഇതാണ് യോസേഫിനെ അറിയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവ് ഫറവോൻ യോസേഫിനെ ആദരിച്ചു, പിന്നെ എന്താണ് ഭരണാധികാരിയായി പ്രഖ്യാപിച്ചു. അതിനുശേഷം യോസേഫിനെ അറിയാത്തതായ ഭരണാധികാരികൾ മിസ്രൈം രാജ്യത്ത് ഉണ്ടായപ്പോൾ, അവർ ഭരിച്ചപ്പോൾ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ജനത്തിന് കഷ്ടതകൾ കൊണ്ട് വരുവാൻ തുടങ്ങി. അവർ ദൈവത്തിൻ്റെ ജനത്തെ പീഡിപ്പിച്ചു. ഇവിടെ യാക്കോബിൻ്റെ പുറപ്പാട് ആരംഭിക്കുന്നത് യാക്കോബിൻ്റെ കുടുംബത്തെ ദൈവം എന്ത് ചെയ്തു? പിന്നെ അനുഗ്രഹിച്ചതാണ്. പക്ഷേ പിന്നീട് അത് പറയുന്നത് ദൈവത്തിൻ്റെ മക്കളെ പീഡിപ്പിച്ചു, ദൈവത്തിൻ്റെ മക്കളെ കഷ്ടപ്പെടുത്തി, ദൈവത്തിൻ്റെ മക്കൾക്ക് പ്രയാസം അനുഭവിച്ചതായി പറഞ്ഞു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്ത് തന്നെയായിരുന്നാലും ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. ഈ മിസ്രൈം ദേശത്തുണ്ടായിരുന്നതായ എബ്രായരെ കുറിച്ച് നമുക്ക് എല്ലാവരെ കുറിച്ചും അറിയില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം അറിയാം, ആ മിസ്രൈം ദേശത്തുണ്ടായിരുന്നതായ എബ്രായർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. അവർ ഏത് പശ്ചാത്തലത്തിലായിരുന്നാലും, ഏത് ഫറവോൻ ഭരിച്ചു എന്ന് പറഞ്ഞാലും, അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ, അവരുടെ കഷ്ടതകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ നിരത്തിയപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു, അവരെ വിടിവിച്ചു. അപ്പോൾ ചരിത്ര പശ്ചാത്തലം, യാക്കോബിൻ്റെ കുടുംബം അവിടെ ചേക്കേറുന്നു, അവിടെ താമസിക്കുന്നു, സമൃദ്ധിയായി ജീവിക്കുന്നു. ആ ഫറവോൻ അവരെ അറിയാമായിരുന്നു, ഫറവോൻ അവരെ എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്നു. പിന്നീട് വന്ന ഫറവോന്മാർക്ക് യോസേഫിനെ അറിയില്ലായിരുന്നു. അവർ ഈ മിസ്രൈമിയുടെ വളർച്ച കണ്ട് പേടിച്ച് അവരെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. പക്ഷെ അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ പോലും ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു? ആ ഏറ്റവും മോശം സാഹചര്യത്തിലും ദൈവത്തിൻ്റെ മക്കളെ ദൈവം വിടിവിച്ചു എന്നുള്ളതാണ് തിങ്കളാഴ്ച പാഠഭാഗം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു പ്രത്യാശ. ചൊവ്വാഴ്ച ഭാഗം പറയുന്നത് എബ്രായ സൂതകർമ്മിണികൾ എന്നാണ് പറയുക. ആ ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ പറയുന്നത് യഹൂദന്മാർ മിസ്രൈമിലേക്ക് മാറി വലിയ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം അവരെന്ത് ചെയ്തു? അടിമകളായി. എന്താണ് അതിൻ്റെ കാരണമെന്ന് ഉൽപ്പത്തിയിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ഇവർ പ്രവാസികളായി തീരുമെന്നും ആ പ്രവാസകാലത്തിൽ എന്ത് ചെയ്യുന്നു? ഇപ്രകാരം അവരെ ദൈവം വിടുവിക്കുമെന്നും അവർ പ്രവാസ ജീവിതത്തിന് ശേഷം മടങ്ങി വരുമെന്നൊക്കെ ഉൽപ്പത്തിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഈ വെളിപ്പാടിൽ. അല്ലെങ്കിൽ ഉൽപ്പത്തിയിൽ എന്താണോ പറഞ്ഞത് അത് പുറപ്പാടിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ പറയുന്നത്
നാം നോക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ മക്കൾ അവർ സമൃദ്ധിയുടെ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്തു? എന്നിട്ട് അടിമത്തത്തിലേക്ക് പോകുന്നു. പക്ഷേ ഇവിടെ പറയുന്നത് നാം എന്ത് തന്നെ അവസ്ഥയിലായിരുന്നാലും, ഏതവസ്ഥയിലായിരുന്നാലും നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ രക്ഷിക്കും. അതാണ് സങ്കീർത്തനം പറയുന്നത്, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പം സങ്കീർത്തനങ്ങളിലൂടെ പറയുന്നത് ദൈവം പറയുന്നത് നിങ്ങൾ ഏത് ദുരിത സമയത്തും, ഏത് കഷ്ടകാലത്തും, ഏത് പ്രതിസന്ധികളിലും നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കണം, ഞാൻ നിന്നെ എന്ത് ചെയ്യും? വിടുവിക്കും. അതിൻ്റെ അടുത്ത ഭാഗം എന്താണ്? നീ എന്നെ മഹത്വപ്പെടുത്തും. അതാണ് പലപ്പോഴും നമുക്ക് മറന്നു പോകുന്നത്, അല്ലേ? നാം കഷ്ടതയുടെ നടുവിലായിരിക്കുമ്പോൾ, നാം ദൈവത്തെ അല്ലെങ്കിൽ നിരാശയിലായിരിക്കുമ്പോൾ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവം ആ നിരാശയിൽ നിന്ന്, ആ കഷ്ടതയിൽ നിന്ന്, ആ പ്രയാസത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുമ്പോൾ നാം സന്തുഷ്ടരായിത്തീരുന്നു. പക്ഷേ നാം മറന്നു പോകുന്ന ഒരു കാര്യം, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന വലിയ കാര്യം നാം മറന്നു പോകുന്നു. ദൈവം തന്നെ പറയുന്നതാണ്, നീ എന്നെ കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും എന്നാണ് പറയുന്നത്. അപ്പം നോക്കൂ, യാക്കോബിൻ്റെ നല്ല കാലം കഴിഞ്ഞു. പിന്നീട് അവിടെ ജീവിച്ചതായ അവൻ്റെ പിൻതലമുറക്കാർക്ക് കഷ്ടത വന്നു. ഈ കഷ്ടത വരുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ടത്, യാക്കോബിനെ അറിയുന്ന ഒരു ഫറവോൻ ഉണ്ടായിരുന്നു, അതിനുശേഷം അറിയാത്തവർ വന്നു. പക്ഷേ ഇവരാരും പേരുകൾ, ഈ ഫറവോൻ്റെ പേരുകളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. എല്ലാവരെയും ഫറവോൻ എന്നാണ്, അതായത് ഭൂമിയിലെ ദൈവമാണ് ഫറവോൻ, അല്ല റാ എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവമാണ് ഫറവോൻ എന്നാണ് അവരുടെ സങ്കല്പം. അതുകൊണ്ട് തന്നെ അന്ന് ഫറവോൻ 1, ഫറവോൻ 2, പിന്നെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുന്ന സമയത്ത് പിന്നെ സൂതകർമ്മിണികളെക്കുറിച്ച്, പിന്നെ മിസ്രയീം രാജ്യത്തിലെ സൂതി കർമ്മിണികളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ഈ ഇസ്രായേൽ ജനം പെരുകിയപ്പോൾ, ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ ഫറവോന്മാർ പേടിച്ചു. അവരുടെ ജനസംഖ്യ ഇങ്ങനെ ഉയർന്നത് കണ്ട് ഫറവോന്മാർ പേടിച്ചപ്പോൾ അവർ സൂതി കർമ്മിണികളോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ചെന്നിട്ട് എല്ലാ ആൺകുട്ടികളെയും മിസ്രയീമിൻ്റെ എബ്രായ കുടുംബത്തിൽ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും നിങ്ങൾ എന്ത് ചെയ്യണം? കൊന്നുകളയണം. പക്ഷെ അവരത് കേട്ടില്ല. എന്താ കാര്യം? അവർ ദൈവത്തെ ഭയപ്പെട്ടു. അവർ കുറച്ചു മാത്രമേ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളൂ എങ്കിലും അവരത് വിശ്വസിച്ചു. അവർ വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അവരതിന് മുതിർന്നില്ല. അപ്പോൾ ഫറവോൻ വീണ്ടും വിളിച്ചു, എന്താണ് നിങ്ങൾ ചെയ്യാത്തത്? അപ്പോൾ പറഞ്ഞത്, മിസ്രയീമ സ്ത്രീകൾ നല്ല ശക്തിയുള്ളവരാണ്, ഞങ്ങൾ ചെല്ലുന്നതിന് മുൻപ് അവരെന്ത് ചെയ്യുന്നു? അവർ പ്രസവിക്കുന്നു. എന്താ പറഞ്ഞത്? ഈ കുഞ്ഞുങ്ങളെ നൈൽ ദേവന് യാഗമായി കൊടുക്കണം, നൈൽ നദിയിലേക്ക് നിങ്ങൾ എറിഞ്ഞു കളയണം എന്നാണ് ഈ സൂതി കർമ്മിണികൾക്ക് ഫറവോൻ കൊടുത്തതായ കൽപ്പന. പക്ഷെ നോക്കൂ, ഫറവോൻ്റെ മാനുഷിക കൽപ്പന അനുസരിക്കാതിരിക്കാൻ ഉള്ള ധൈര്യം അവർക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ, ജീവിക്കുന്ന ദൈവത്തിലുള്ള അവരുടെ വിശ്വാസമാണ്. ആ ജീവിക്കുന്ന ദൈവത്തിലുള്ള അവരുടെ വിശ്വാസം അവർക്ക് ഒരു മനുഷ്യനായ രാജാവിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കാൻ അവർക്ക് ധൈര്യം കൊടുത്തു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ദൈവം ഏത് വിധത്തിലൂടെയും തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ പ്രാപ്തനാണ്. എത്ര കഷ്ടതകൾ നമുക്കുണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് മുൻപിൽ ആവിഷ്കരിക്കുമ്പോൾ ആ പദ്ധതിയിലൂടെ ദൈവം നമ്മെ എന്ത് ചെയ്യും? കൈപിടിച്ച് ഉയർത്തും. അപ്പോൾ ഫറവോൻ്റെ കൽപ്പന എന്താണ്? ആൺകുട്ടികളെയൊക്കെ കൊന്നു കളയണം. അപ്പോൾ അതിനെന്ത് ചെയ്തില്ല? സാധിച്ചില്ല. പിന്നെ എന്ത് ചെയ്തു? ആ ഫലം പരാജയപ്പെട്ടെന്ന് ഫറവോൻ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ആൺകുട്ടികളെയൊക്കെ എന്ത് ചെയ്യണം? ഫലഭൂഷിയുടെയും നദിയുടെയും ദേവനായ, അല്ലെങ്കിൽ നൈൽ നദിയുടെ ദേവനായ ഹാപ്പിക്ക് എന്ത് ചെയ്യണം? ഒരു യാഗമായി മാറ്റണം. അതിലേക്കെടുത്ത് എറിയണം കുഞ്ഞുങ്ങളെ, ആ നദിയിലേക്കെടുത്ത് എറിയണം. പക്ഷെ അവരെന്ത് ചെയ്തില്ല? അനുസരിച്ചില്ല. നോക്കൂ, ദൈവത്തിൻ്റെ ജനത്തെ സംരക്ഷിക്കുവാൻ, ദൈവത്തിൻ്റെ ജനത്തെ വളരുവാൻ ദൈവം ശത്രു രാജ്യത്ത് എന്ത് ചെയ്യുന്നു? പദ്ധതി ഒരുക്കിയിരിക്കുന്നു. ആ അടിമകളായി ജീവിക്കുന്നതായ ആ രാജ്യത്ത് തന്നെ അവിടുത്തെ ജനത്തെ കൊണ്ട് തന്നെ ദൈവം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ജനത്തെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് വിഷയം. അപ്പം നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ദൈവം
ഈ കഷ്ടതകളും പ്രയാസങ്ങളും നമുക്കുണ്ട് എന്ന് ദൈവത്തിൻ്റെ മുൻപാകെ നാം അപേക്ഷിക്കുന്നുവെങ്കിൽ, നിരത്തുന്നുവെങ്കിൽ, എണ്ണി എണ്ണി പറയുന്നു എങ്കിൽ അത് മാറ്റിത്തരുവാൻ ദൈവം അവിടെ നിന്ന് തന്നെ എന്തു ചെയ്യും? പദ്ധതികൾ ആവിഷ്കരിക്കും. നമുക്ക് അതിനുള്ള വിശ്വാസമുണ്ടായിരിക്കണം. ആ മിസ്രൈമിലെ സൂതി കർമ്മിണികൾ ദൈവത്തെ അനുസരിച്ചുകൊണ്ട്, ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഫറവോൻ്റെ ആജ്ഞയെ ധിക്കരിച്ചതുപോലെ നമ്മെ സഹായിക്കുവാനും ദൈവം തക്ക സമയത്ത് എന്തു ചെയ്യും? പലരെയും ഉയർത്തും എന്നാണ് ഈ ചരിത്രം നമ്മെ ഇവിടെ പഠിപ്പിക്കുന്നത്. ഞാൻ ബുധനാഴ്ച ഭാഗത്ത് പറഞ്ഞത് മോശ ജനിച്ചു. മോശയുടെ ജനനമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ് മോശ ജനിക്കുന്നത്. അതായത് മിസ്രൈമിൽ ഇസ്രായേൽ മക്കൾ ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന സമയത്താണ് മോശ ജനിക്കുന്നത്. മാത്രവുമല്ല ഇവിടെ പറയുന്നത് പിന്നെ ഈജിപ്തിലെ നെപ്പോളിയൻ അല്ലെങ്കിൽ മിസ്രൈമിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന തുത്തേമാസ് മൂന്നാമൻ്റെ കാലത്താണ് മോശ ജനിക്കുന്നത്. അപ്പം അവിടെ ഈജിപ്തിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ഏറ്റവും ക്രൂരനായ ഒരു ഭരണാധികാരിയായിട്ടാണ് ഇദ്ദേഹത്തെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സമയത്ത് ഉള്ള കൽപ്പന നമുക്കറിയാം. എല്ലാ ആൺകുട്ടികളെയും, എബ്രായ ഭവനങ്ങളിൽ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും എറിഞ്ഞ് കൊല്ലണം. കാരണം അവർ ജീവിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? വളർന്ന് ശക്തന്മാരായി ഈ രാജ്യത്തിന് തന്നെ ഭീഷണിയാവും എന്ന ഒരു ഭയം അവർക്കുണ്ടായിരുന്നു, ആ ഫറവോന്മാർക്കുണ്ടായിരുന്നു. അപ്പം ആ കാലഘട്ടം അങ്ങനെ ഒരു ഉത്തരവ് നിലനിൽക്കുന്ന സമയത്താണ്, എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയണം എന്ന ഉത്തരവ് നിലനിൽക്കുന്ന സമയത്താണ് മോശയുടെ ജനനം. നോക്കൂ, ആ ഒരു വൈരുദ്ധ്യം നോക്കണം. കൊല്ലപ്പെടുവാൻ വേണ്ടിയുള്ള ഉത്തരവ് നിൽക്കുന്ന സമയത്ത് സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഒരു കുട്ടി ജനിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ഒരു പദ്ധതി നോക്ക്. നിലവിലൊരു നിയമമുണ്ട്, കൊന്നുകളയുക എല്ലാ ആൺകുട്ടിയും. പക്ഷേ ആ പശ്ചാത്തലത്തിൽ തന്നെ അവിടെ എന്ത് ചെയ്യുന്നു? മോശ ജനിക്കുന്നു. അപ്പോൾ മോശ ജനിക്കുമ്പോൾ മോശയ്ക്ക് അവിടെ ടോബ് എന്ന എബ്രായ പദമാണ് ഉപയോഗിച്ചിരുന്നത്. നല്ലത് എന്ന എബ്രായ പദത്തിനർത്ഥം നല്ലത് എന്നാണ്. കർത്താവായ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ നല്ലത് എന്ന് പറഞ്ഞത് അത് എബ്രായ പദത്തിൽ ടോബ് എന്നാണ് വിശേഷം. അപ്പോൾ ഇവിടെ നല്ലവനായ അല്ലെങ്കിൽ പ്രത്യേകതയുള്ളവനായ, ബാഹ്യ സൗന്ദര്യത്തേക്കാൾ ആന്തരികമായ സൗന്ദര്യമുള്ളവനായ ഒരു വ്യക്തിയായി എന്ത് ചെയ്തു? മോശ ജനിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ടോബ് എന്ന ഇബ്രായ പദത്തിൻ്റെ അർത്ഥം നല്ലത് എന്നുള്ളതാണ്. അത് സൃഷ്ടിപ്പ് നല്ലത് എന്ന് ദൈവം ഉപയോഗിച്ച പദവും ടോബ് എന്നാണ് ഇബ്രായ ഭാഷയിൽ പറയുന്നത്. ഇവിടെ പിന്നെ ദൈവത്തിൻ്റെ പദ്ധതി ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് കൊല്ലപ്പെടുക അല്ലെങ്കിൽ എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളെയും ആൺകുട്ടികളെയും കൊല്ലുക എന്ന ഉത്തരവ് നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനിച്ച മോശ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുക എന്ന വലിയ ഒരു ലക്ഷ്യം, ദൗത്യം മോശയ്ക്കുണ്ടായിരുന്നു. ഒരു പക്ഷേ പലരും ആശ്ചര്യപ്പെട്ടേക്കാം, അങ്ങനെ ഒരു സാഹചര്യത്തിൽ, അങ്ങനെ ഒരു ഉത്തരവ് നിലനിൽക്കുന്ന സമയത്ത് ജനിച്ച മോശ എങ്ങനെയാണ് വളർന്നു വലുതായി ദൈവത്തിൻ്റെ ജനത്തെ അടിമത്തത്തിൽ നിന്നും അല്ലെങ്കിൽ ആ രാജ്യത്തിൽ നിന്നും ആ കനാൻ ദേശത്തിലേക്ക് നയിക്കുക എന്നൊരു പക്ഷേ ആശ്ചര്യപ്പെട്ടേക്കാം. എങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദാനം, ദൈവത്തിൻ്റെ നമ്മുടെ മുൻഗാമികൾക്ക് കൊടുത്തതായ, ദൈവത്തിൻ്റെ മക്കൾക്ക് കൊടുത്തതായ വാഗ്ദാനം എന്ത് ചെയ്യും? ദൈവം നിറവേറ്റും, ഏതവസ്ഥയിലായാലും. അതാണ് മോശ ജനിക്കുന്ന അവസ്ഥ. സാഹചര്യം എന്താണ്? ജനിക്കുന്ന ആൺകുട്ടികളെ എന്ത് ചെയ്യണം? കൊല്ലണം. ആ സാഹചര്യത്തിലാണ് മോശ ജനിക്കുന്നത്. മോശയുടെ ജന്മത്തെ ജനിക്കുന്നതിൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ ജനത്തെ ഈ മിസ്രൈമിൽ നിന്നും അടിമത്തിൽ നിന്നും കനാൻ ദേശത്തേക്ക് നയിക്കണം. അപ്പോൾ ആ ഒരു പശ്ചാത്തലം വെച്ച് നാം ചിന്തിക്കുമ്പോൾ വളരെ കഷ്ടത, സാധ്യത വളരെ കുറവാണ്. മോശ ആ പശ്ചാത്തലത്തിൽ വളരണം, അത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൊണ്ടുപോകണം. സാധ്യത വളരെ കുറവാണ്. പക്ഷേ ദൈവത്തിൻ്റെ അത്ഭുതം അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവം നമ്മുടെ പൂർവികരായ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്തതായ വാഗ്ദത്തം ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും. അത് തന്നെ ചെയ്യുകയുണ്ടായി എന്ന് പറയുന്നു. മോശ എവിടെയാണ് ജീവിച്ചതെന്നൊക്കെ നമുക്കറിയാം. ആ രാജകൊട്ടാരത്തിൽ തന്നെ ആ രാജകുമാരിയുടെ ദത്തുപുത്രനായി മോശ ജീവിച്ചു. പക്ഷേ ആദ്യത്തെ 12 വർഷക്കാലം മോശ തൻ്റെ കുടുംബത്തിൽ തന്നെ ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അവിടെ നിന്ന് അവൻ എന്ത് ചെയ്തു? ദൈവത്തെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ മോശയ്ക്ക് ഇട്ട പേര് അന്നത്തെ മിസ്രൈമിലെ വ്യക്തികൾക്കിട്ട പേര് തന്നെയായിരുന്നു. പല അഖ്മോസ് അല്ലെങ്കിൽ ആഖിൻ്റെ മകൻ, തുത്മോസ്,
തോത്തിൻ്റെ മകൻ എന്നാണ്. മോശയ്ക്കിട്ട പേര് ചരിത്രകാരന്മാർ പറഞ്ഞത് ഹാപ്പി മോസ് എന്നായിരുന്നു. നൈലിൻ്റെ മകൻ എന്നായിരുന്നു. വലിച്ചെടുക്കപ്പെട്ടവൻ, നൈലിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥമുള്ള ഹാപ്പി മോസ് എന്ന പേരായിരുന്നു. പക്ഷേ മോശ ഒരിക്കലും ഈ ഹാപ്പി എന്ന പദം, ആദ്യത്തെ പദം ഉപയോഗിച്ചില്ല. മോശയുടെ എഴുത്തുകളിലൊക്കെ തന്നെ മോശ എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പം ആ പേര് അപ്പം നോക്കൂ, ജനിച്ച പശ്ചാത്തലം മിസ്രൈം ദേശത്ത് രാജാവിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും ക്രൂരനായ ഒരു രാജാവ് ഭരിക്കുന്ന കാലഘട്ടത്താണ് മോശ ജനിച്ചത്. മോശ എന്ത് ചെയ്തു? ആ മിസ്രൈമിൽ ഒരു രാജകുമാരി തന്നെ ദത്തെടുത്തു. ആ രാജകൊട്ടാരത്തിൽ എല്ലാ വിദ്യാഭ്യാസവും മോശയ്ക്ക് നൽകുന്നു. അവിടെ കൊടുത്ത് മിസ്രൈമിൻ്റെ പാരമ്പര്യം വെച്ചുള്ള ഒരു പേര് നൽകുന്നു, രാജകീയമായ വിദ്യാഭ്യാസവും കൊടുക്കും. സിസ്റ്റർ വൈറ്റ് പറയുന്നത് ഭാവിയിൽ ഫറവോനാകുവാൻ വേണ്ടിയുള്ള പരിശീലനം മോശയ്ക്ക് നൽകിയെന്നാണ് പറയുന്നത്. ഭാവിയിൽ ഫറവോനാകുവാൻ വേണ്ടി മോശയ്ക്ക് ഏറ്റവും മികച്ചതായ വിദ്യാഭ്യാസം നൽകി. പക്ഷേ ആ വിദ്യാഭ്യാസം കൊണ്ട് എബ്രായ മക്കൾ അല്ലെങ്കിൽ എബ്രായർക്ക്, ഇസ്രായേൽ മക്കൾക്ക് ആവശ്യമായതായ ഒരു വിദ്യാഭ്യാസം ആയിരുന്നില്ല അന്ന് മോശയ്ക്ക് മിസ്രൈം ദേശത്ത് നിന്ന് ലഭ്യമാക്കിയത്. ദൈവത്തെ അറിയുവാനും ദൈവത്തിൻ്റെ സത്യങ്ങളെക്കുറിച്ച് അറിയുവാനുമുള്ളൊരു വിദ്യാഭ്യാസമായിരുന്നില്ല അത് നൽകിയത്. അതുകൊണ്ട് തന്നെ ആ വിദ്യാഭ്യാസം മോശയെ സംബന്ധിച്ചിടത്തോളം ഉപയോഗപ്രദമായിരുന്നില്ല. കാരണം മോശയെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഏതെന്ന് ചോദിച്ചാൽ ദൈവത്തെ അറിയുവാനും ദൈവത്തിൻ്റെ സത്യങ്ങളെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ് ഏറ്റവും ആവശ്യമായ വിദ്യാഭ്യാസം. പക്ഷേ മോശയ്ക്ക് ലഭിച്ച വിദ്യാഭ്യാസം അടുത്ത ഫറവോനാകുവാൻ വേണ്ടിയുള്ള ഒരു പരിശീലനമായിരുന്നു. അതുകൊണ്ട് തന്നെ മോശയെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാഭ്യാസത്തിൻ്റെ ഏറിയ പങ്കും ഉപയോഗശൂന്യമായിരുന്നു. അപ്പം ഇവിടെ മോശ ജനിച്ച പശ്ചാത്തലമാണ് നാം പഠിക്കുന്നത്. നോക്കൂ, ഏറ്റവും വൈരുദ്ധ്യമായിരുന്നൊരു കാലഘട്ടത്തിൽ ക്രൂരനായ ഒരു ഭരണാധികാരി ഭരിക്കുന്ന ഒരു ഉത്തരവിട്ട ഒരു കാലഘട്ടത്തിൽ മോശ ജനിക്കുന്നു. എവിടെ നിന്നാണോ ഉത്തരവ് പുറപ്പെട്ടു വന്നത് അല്ലെങ്കിൽ പുറപ്പെടുവിച്ചത്, അവിടെ തന്നെ മോശ എന്ത് ചെയ്യുന്നു? പരിപോഷിപ്പിക്കുന്നു. അവിടെ തന്നെ മോശ എന്ത് ചെയ്യുന്നു? വളർത്തുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പദ്ധതി എന്നല്ലാതെ നമുക്കിതിന് എന്താണ് പറയാൻ കഴിയുക? കൊല്ലുവാൻ വേണ്ടി ഉത്തരവിട്ട ഒരു റൂഫ് അല്ലെങ്കിൽ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ മോശ എന്ത് ചെയ്യുന്നു? താമസിക്കുന്നു മോശ. ആരെയാണോ കൊല്ലുവാൻ വേണ്ടി ആ രാജാവ് ഉത്തരവിട്ടത്, ആ കൊല്ലുവാൻ വേണ്ടി ഉത്തരവിടപ്പെട്ട ആ കുട്ടി എന്ത് ചെയ്യുന്നു? താമസിക്കുന്നത് ആ രാജാവിൻ്റെ കൊട്ടാരത്തിൽ, ആ രാജ്ഞിയുടെ ദത്തുപുത്രനായി. ഇതിൽ പരം അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏതെങ്കിലും ചരിത്രത്തിൽ നമുക്ക് കേൾക്കുവാനുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ അങ്ങനെ തന്നെയാണ്. നാം കഷ്ടതയുടെ നടുവിലായിരിക്കുമ്പോൾ ദൈവം നമ്മെ നമ്മുടെ സങ്കല്പങ്ങൾക്ക് അതീതമായി, നാം ചിന്തിക്കുന്നതിന് അതീതമായി ദൈവം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടത്തും എന്നാണ് പുറപ്പാട് വാഹം നമ്മെ കാണിക്കുന്നത്. ദേശഭാവം പറഞ്ഞത് പദ്ധതികളിലെ മാറ്റം. നമുക്കറിയാം, മോശ വളർന്നു, മോശ യൗവനക്കാരനായി. അപ്പോൾ മോശയുടെ ഒരു തീരുമാനം ഇവിടെ വളരെ പ്രധാനമാണ്. മോശ ആ മിസ്രൈമിലെ രാജകീയമായ വിദ്യാഭ്യാസം ലഭിച്ചുകൊണ്ട് ഒരു ഫറവോൻ്റെ ഭരണാധികാരിയായി തീരണമോ, അതോ കഷ്ടത അനുഭവിക്കുന്ന തൻ്റെ സ്വന്തം ജനത്തെ വിടുവിക്കുവാൻ വേണ്ടിയുള്ള ഒരു വ്യക്തിയായി തീരണമോ എന്ന് തീരുമാനിക്കേണ്ട ഒരു സമയമായിരുന്നു. ആ സമയത്താണ് നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ളതുപോലെ മോശ ഒരു മിസ്രൈമിനെ കൊല്ലുന്നത്. മോശ മിസ്രൈമിനെ കൊന്നത് രാജാവിൻ്റെ ചെവിയിലുമെത്തി. രാജാവിന് ബോധ്യമായി ഇവൻ എന്തുകൊണ്ടാണ് മിസ്രൈമിനെ കൊന്നതെന്ന് രാജാവിന് ബോധ്യമായി. അവനെ കൊല്ലുവാൻ വേണ്ടി രാജാവ് തീരുമാനിച്ചു. ഇതറിഞ്ഞ മോശ അവിടെ നിന്ന് ഓടി ഇവിടെ എത്തി, മിദ്യാനിലെത്തി ഒരു കിണറിൻ്റെ എന്ത് ചെയ്തു? അരികെ ഇരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് മോശയ്ക്ക് തീരുമാനമെടുക്കേണ്ട സമയമായി. ഞാൻ ദൈവത്തിൻ്റെ ജനത്തെ നയിക്കുവാൻ വേണ്ടി പോകണമോ, അതോ എനിക്ക് ലഭിച്ചതായ രാജകീയമായ വിദ്യാഭ്യാസത്തെ പിന്തുടർന്നുകൊണ്ട് ഒരു ഫറവോൻ്റെ ഒരു ഭരണാധികാരിയായി, ഭാവിയിലെ ഒരു ഫറവോനായി തീരണമോ എന്ന തീരുമാനമെടുക്കേണ്ട ഘട്ടത്തിൽ എന്ത് ചെയ്തു? മോശ ഒരാളെ കൊല്ലുന്നു. മോശ എന്ത് ചെയ്തു? അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇവിടെ പറയുന്നത് മോശയ്ക്ക് അവിടെ ആ വ്യക്തിയെ കൊന്നതിന് ശേഷം മോശയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റുകയില്ലായിരുന്നു. അങ്ങനെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ തൻ്റെ ജീവനെ ഭയന്ന് മോശ ഓടുമ്പോൾ മോശയുടെ പിന്നീടുള്ള ഭാവി എന്തായിരിക്കുമെന്ന് മോശയ്ക്ക് തന്നെ അറിയില്ലായിരുന്നു. ഒരു പക്ഷേ മോശ തിരിച്ചു വരുമെന്നോ
തിരിച്ചു വന്ന് ഇസ്രായേൽ മക്കളെ ഇങ്ങനെ നയിച്ചു കൊണ്ട് കനാൻ ദേശത്തിലേക്ക് പോകുമെന്നോ എന്നൊന്നും മോശയ്ക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി എന്തു ചെയ്യും? ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റപ്പെടും എന്ന് തന്നെയാണ് നാം ഇവിടെ പഠിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞത് ഒരു വ്യാജ ദൈവമാകുന്നതിന് പകരം മോശ സത്യദൈവത്തെ സേവിക്കുന്നു. അവൻ ഓടിപ്പോയ സമയത്ത് തൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് മോശയ്ക്ക് അറിയില്ലായിരുന്നു എന്നതിൽ സംശയം ഇല്ല. അപ്പം മോശ ഓടിപ്പോകുന്ന സമയത്തൊന്നും മോശയ്ക്ക് അറിയില്ലായിരുന്നു. ദൈവം മോശയെ തിരിച്ച് വിളിച്ച് എവിടെ നിന്നാണോ ഓടിപ്പോകുന്നത്, എവിടെ നിന്നാണോ അയാൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത്, അവിടേക്ക് തന്നെ തിരികെ കൊണ്ടുവരുമെന്ന് മോശയ്ക്ക് അറിയില്ലായിരുന്നു. ഫറവോനെ സംബന്ധിച്ചോളം എന്താണ്, മോശ മിസ്രയീമിനെ കൊന്നത് ഒരു വലിയ കുറ്റമായി കണ്ടു. കാരണം ആ ഇസ്രായേൽ മക്കൾ ഫറവോനെതിരെ, ആ ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യും, അല്ലെങ്കിൽ അവരെ കീഴടക്കി കളയും എന്ന ഭയം ഫറവോന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മോശയെ കൊല്ലുവാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷെ ദൈവം എന്ത് ചെയ്തു? മോശയ്ക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കി. അവിടെ നിന്ന് ഓടിപ്പോയ മോശ 120 വർഷത്തോളം ജീവിച്ചു എന്ന് പറയുന്നു, ചരിത്രം പറയുന്നു. 40 എന്നിങ്ങനെ 3 മോശയുടെ ജീവിതം എന്ത് ചെയ്യുന്നു? ഭാഗിച്ചിരിക്കുന്നു. ആദ്യത്തെ 40 വർഷം മോശ എവിടെയായിരുന്നു? മിസ്രൈമിലുണ്ടായിരുന്നു. അപ്പം 40-ാമത്തെ വയസ്സിലായിരിക്കാം മോശ എന്ത് ചെയ്തത്? ആ മിസ്രൈമിനെ കൊന്നിട്ട് അവിടുന്ന് ഓടിപ്പോകുന്നത്. പിന്നീടുള്ള 40 വർഷം എന്ത് ചെയ്തു? തൻ്റെ ഇത്രോവിൻ്റെ കൂടെ താമസിച്ചു. അവിടെ അദ്ദേഹം എന്ത് ചെയ്തു? ആട്ടിടയനായി വിവാഹം കഴിച്ച് താമസിച്ചു. പിന്നീടുള്ള 40 വർഷമാണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ കാതലായ ഭാഗം വിവരിക്കുന്നതായ 40 വർഷമാണ്. അവസാനത്തെ 40 വർഷം ദൈവത്തിൻ്റെ ജനത്തെ നയിക്കുവാൻ വേണ്ടി ത്യാഗപൂർണമായ ജീവിതം നയിച്ച ഒരു മോശയാണ് നമ്മൾ പിന്നീടുള്ള ആ 3-ാമത്തെ ഭാഗം, മോശയുടെ ജീവിതത്തിലെ 3-ാമത്തെ ഘട്ടം 40 വർഷങ്ങൾ കാണിക്കുന്നത്. അത് ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പിൻ്റെ ഒരു കാലഘട്ടം കൂടിയായിരുന്നു. ആ 40 വർഷം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ വിടുതലിൻ്റെ ഒരു വർഷം കൂടിയായിരുന്നു. ആ അവസാനത്തെ 40 വർഷം മോശ തനിക്ക് ലഭിച്ച എല്ലാ അറിവുകളും മാറ്റിവെച്ചുകൊണ്ട്, തനിക്ക് ലഭിക്കുമായിരുന്ന എല്ലാ സുഖസൗകര്യങ്ങളും ത്യജിച്ചുകൊണ്ട് മോശ ദൈവത്തിൻ്റെ ജനത്തോടൊപ്പം കഷ്ടത അനുഭവിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്തു. നോക്കൂ, എന്തൊക്കെയായിരുന്നു പദ്ധതികൾ. ഫറവോൻ്റെ ആ ദത്തുപുത്രി മോശയെ ഒരു ഫറവോനാക്കാൻ വേണ്ടി തീരുമാനിച്ചു. മോശയ്ക്ക് അറിയില്ലായിരുന്നു മോശ തിരിച്ച് ദൈവത്തിൻ്റെ ജനത്തെ നയിക്കുവാൻ വേണ്ടിയുള്ളൊരു വ്യക്തിയായി മാറുമെന്ന്. പക്ഷേ ആ മനുഷ്യൻ്റെ പദ്ധതികളൊക്കെ തന്നെ അത് മാറിപ്പോയി. മോശ തീരുമാനമെടുക്കേണ്ട സമയത്ത് അവൻ ജനത്തോടൊപ്പം, ദൈവത്തിൻ്റെ ജനത്തോടൊപ്പം കഷ്ടത അനുഭവിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുത്തായ വാക്ക് പാലിക്കുകയും തൻ്റെ ജനത്തെ കഷ്ടതയിൽ നിന്നും, അവരുടെ പ്രവാസ ജീവിതത്തിൽ നിന്നും, ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്ന അവരുടെ പ്രവാസ ജീവിതത്തിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചു. ആ സ്വർഗീയ കനാനിലേക്ക് നടത്തുവാനുള്ള, അല്ലെങ്കിൽ കൊണ്ടുപോകുവാനുള്ള എല്ലാ പ്രാരംഭ പ്രവർത്തനങ്ങളും ദൈവം ഇവിടെ ചെയ്തു. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തു? ഒരാളെ കണ്ടെത്തി, ഒരാളെ നിയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആശയത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്, നാം ഏത് കഷ്ടതയിലായിരുന്നാലും ദൈവം ആഗ്രഹിക്കുന്നതാണ്, ദൈവത്തിന് നമ്മോടൊപ്പം വസിക്കണം. നാം ഏത് കഷ്ടതയിലാണ് ദൈവം പറഞ്ഞു, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും. അതിൻ്റെ മറ്റു ഭാഗം കൂടെ മറന്നുപോലെ, നീ എന്നെ മഹത്വപ്പെടുത്തും. നാം ഏത് കഷ്ടതയിലായിരുന്നാലും, നമുക്ക് ചുറ്റും ശത്രുക്കൾ നിരനിരയായി നിന്നാലും, ആ ശത്രുക്കളുടെ ഇടയിൽ നിന്നും ദൈവം നമ്മെ സംരക്ഷിക്കുവാൻ വേണ്ടി അവിടെ എന്തു ചെയ്യും? ദൈവം ആളൊരുക്കിത്തരും. നമ്മെ നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പമുണ്ട്. ഇസ്രായേൽ മക്കളെ നയിച്ച വഴി നമുക്കറിയാം. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണുമായും. നമ്മൾ ഓരോരുത്തരും ഒരു പുറപ്പാടിൻ്റെ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ആ പുറപ്പാടിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ വഴികാട്ടിയും നമ്മുടെ മാർഗവും സർവശക്തനായ ദൈവമായിരിക്കണം എന്നാണ് ഈ പാഠഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതുവരെ ശ്രമിച്ചതിന് നന്ദി പറയുന്നു. ഇതിൻ്റെ മാനവും മഹത്വവും സർവശക്തനായ ദൈവത്തിന് സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കും. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, ഈ സമയം ഞങ്ങൾക്ക് അവിടുന്ന് വേർതിരിച്ച് തന്ന വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് നൽകിയതായ ഈ പാഠഭാഗത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കൾ
കഷ്ടതയുടെ നടുവിൽ നിലവിളിച്ചപ്പോൾ അങ്ങ് അവിടെ നിന്ന് കേട്ടു. അവരെ അത്ഭുതകരമായ രീതിയിൽ വിടുവിച്ചതുപോലെ ഞങ്ങളുടെ ഇടയിലും ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ കഴിയുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന അതാ ഈ പാഠഭാഗം ദൈവം ഇതുവരെ ശ്രവിച്ചവരെ ദൈവമേ അവനെ അനുഗ്രഹിക്കണമേ, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈഡൻ TV ടീമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് നൽകിയതായ കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവം ഇതിനെ സഹായിക്കുന്നവർ, കർത്താവെ ഇതിൻ്റെ അഭിതേകാംക്ഷകൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കുടുംബങ്ങളിൽ ഇത് കർത്താവെ 30, 60, 100 മേനിയായി ഫലം ലഭിക്കാൻ സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. ദൈവം അടിയനെ ഓർത്ത് അടിയനും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞ ആ വലിയ പദവിയെ ഓർത്ത് അടിയൻ സ്തുതിക്കുന്നു. അഹങ്കരിച്ചു പോകാതെ, നെഗളിച്ചു പോകാതെ എപ്പോഴും താഴ്മയിലായിരിക്കാൻ അടിയനെയും ഞങ്ങളെ ഓരോരുത്തരെയും അവൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ മാനവും മഹത്വവും സർവവും അവിടെ നിന്ന് എടുക്കണം. ഞങ്ങൾക്കായി ജീവിക്കുന്ന ക്രിസ്തയേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ തന്നെ ആമേൻ.